വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഇന്നെനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. സമ്പന്നരായ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചല്ല, മിഡിൽ ക്ലാസ് വിഭാഗത്തിൽ പെടുന്ന ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച്. സമ്പന്നർ പ്രൊഫഷണൽ അഡ്വൈസേഴ്സിൻ്റെ സഹായം തേടും. പിന്നെ അവർക്ക് ഒരുമാതിരി നഷ്ടങ്ങൾ അബ്സോർബ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ഡെപ്തുമുണ്ടാവും. മിഡിൽ ക്ലാസ് ഇൻവെസ്റ്റേഴ്സിനെ പല സ്കീമുകളുമായി സമീപിക്കുന്നത് പലപ്പോഴും വേണ്ടപ്പെട്ടവരാണ്. ഇവിടെ പല പരിമിതികളുമുണ്ട്. ഒന്ന്, നിങ്ങളോട് പറയുന്ന സ്കീമുകളെപ്പറ്റി അവർക്ക് പൂർണ്ണമായ വിശദമായ അറിവില്ലായ്മ. പിന്നെ കൂടുതൽ ബിസിനസ് ചെയ്താൽ കൂടുതൽ ലാഭം. പിന്നെ വേണ്ടപ്പെട്ടവർ എന്ന നിലയിൽ അവർ തരുന്ന ഒരു ഉറപ്പുണ്ടല്ലോ, അതും. പക്ഷെ നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ തനിച്ചായിരിക്കും. അതുകൊണ്ട് ഈ സ്കീമുകളെ പറ്റിയുമൊക്കെ തന്നെ നമ്മൾ വിശദമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ഡോക്യുമെൻസും റെസിപ്റ്റുകളും കൃത്യമായി സൂക്ഷിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഡ്യൂ ഡേറ്റ്സ് ഡയറൈസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പ്രേരിപ്പിക്കുന്ന ആൾക്കാർ പറയും ഇത് രജിസ്റ്റേർഡ് വിത്ത് റിസർവ് ബാങ്കാണ്. അങ്ങനെയൊക്കെയുള്ള ചില ഫാൾസ് സെക്യൂരിറ്റി ഫീലിംഗ് നിങ്ങൾക്ക് തന്നു എന്ന് വരാം. പിന്നെ സ്വപ്നങ്ങളിൽ മാത്രമുള്ള റിട്ടേണുകളെ പറ്റിയുമൊക്കെ പറഞ്ഞെന്ന് വരാം. അതുപോലെ ഇതിൻ്റെ പുറകിലുള്ള വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ വളരെ വിശ്വസ്തരാണ്, അതുകൊണ്ട് റിട്ടേൺ ഉറപ്പാണ് എന്നൊക്കെ നമ്മോട് പറഞ്ഞു എന്ന് വരാം. നാട്ടിൽ പല സ്ഥലങ്ങളിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഫിനാൻസ് കമ്പനികളും ഇന്നും ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ബാർക്ലേസ് ബാങ്കിൻ്റെ നോർത്ത് ലണ്ടനിൽ 1967 ജൂൺ 27 ആണ് ആദ്യത്തെ ATM സ്ഥാപിക്കപ്പെട്ടത് എന്ന് എൻ്റെ അനുജനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അല്ല, ആദ്യത്തെ ATM നമ്മുടെ നാട്ടിലാണ് ഉണ്ടായത് എന്ന്. രാവിലെ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന സൊസൈറ്റിയിൽ 500 രൂപ വാങ്ങാൻ റോട്ടിലിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ എതിരെ വരുന്നു സൊസൈറ്റിയിലെ ദാമുവേട്ടൻ. എവിടേക്കാണ് മോനെ എന്ന സ്നേഹം നിറഞ്ഞ ചോദ്യം. കാര്യം പറഞ്ഞപ്പോൾ വിഡ്രോവൽ സ്ലിപ്പ് വാങ്ങിക്കുന്നു. മുണ്ടിനടിയിലെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുക്കുന്നു, 500 രൂപ തരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഫസ്റ്റ് ATM. അവന് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്. ദാമോട്ടനൊരു വാക്കിംഗ് ATM ആയിരുന്നിരിക്കാം. അന്ന് നാട്ടിലെല്ലാവർക്കും എല്ലാവരെയും അറിയാം. ഇന്ന് കാലം മാറി. ഈ സൊസൈറ്റികൾക്കൊക്കെ ഇന്ന് ലക്ഷൂറിയസായ ഹെഡ് ഓഫീസുകളും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുമുണ്ട്. നമ്മുടെ ദാമുവേട്ടൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്നത് ഇന്നോവ കാറിലായിരിക്കും. പിന്നെ ആൾ ദാമുവേട്ടനായതുകൊണ്ട് ഒന്ന് കൈവീശി സൗഹൃദം കാണിക്കും. നമ്മുടെ വെൽവിഷേഴ്സ് എന്ന് പറയുന്ന അഡ്വൈസേഴ്സ്, അവരൊരിക്കലും നിങ്ങൾ കിണറ്റിൽ വീഴണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവർ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലും ഫിനാൻസ് കമ്പനികളിലും ഡെപ്പോസിറ്റ് ചെയ്താലുള്ള ഗുണങ്ങളെപ്പറ്റിയും ഷെയർസും ഡീബഞ്ചേഴ്സിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഉണ്ടാക്കാവുന്ന വലിയ ലാഭങ്ങളെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും ഇൻഷുറൻസ് സ്കീമുകളെ പറ്റിയുമൊക്കെ നിങ്ങളോട് സംസാരിച്ചെന്നിരിക്കാം. പലപ്പോഴും ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് പൂർണ്ണമായി മനസ്സിലാക്കാതെ അവർ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഇതവരുടെ ജീവിതമാർഗമാണ്. ബട്ട് യു ഹാവ് ടു ടേക്ക് കെയർ, അല്ലെങ്കിൽ ചിലപ്പോൾ യു വുഡ് ഫൈൻഡ് യുവർ സെൽഫ് ഇൻ ദ വെൽ. ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഇന്ത്യയിൽ ഒരിക്കലും പൊട്ടില്ലെന്നുറപ്പുള്ള ബാങ്ക് ഏതാണ് എന്ന്. ടെക്നിക്കലി പറഞ്ഞാൽ അങ്ങനെ ഒരു ബാങ്കില്ല. പക്ഷേ RBI എല്ലാ വർഷവും ഡൊമസ്റ്റിക് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ബാങ്ക്സ് എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ശക്തമായ നിലയിലുള്ള ബാങ്കുകളുടെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് 2015 3 ബാങ്കുകളാണ് ഇന്ന് ആ ലിസ്റ്റിലുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ICICയും തുടക്കം മുതലേ 2017 ഉണ്ട്. HDFC ബാങ്കും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ തുടങ്ങി. ബാങ്കുകൾ പരാജയപ്പെടുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ
പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് പലപ്പോഴും ഗവൺമെൻറ്റും റിസർവ് ബാങ്കുമൊക്കെ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഇടപെടുന്നത് കാണാം. യെസ് ബാങ്ക് വലിയ തകർച്ച നേരിട്ടപ്പോൾ ഗവൺമെൻറ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി ഇതിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടു. ഇന്നിപ്പോൾ യെസ് ബാങ്ക് അപകടത്തിൽ നിന്ന് കരകയറിയിരിക്കുന്നു, ഒരുമാതിരി ഭദ്രമായ നിലയിലാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു ചോദ്യം, ഈ ബാങ്കുകൾക്കൊക്കെ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങളില്ലേ, അതുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ ഗ്യാരണ്ടി ഈ ബാങ്കുകളുടെ ഡെപ്പോസിറ്റുകൾക്കും ഉണ്ടാകില്ലേ എന്ന ചോദ്യം. RBI ഡസ് നോട്ട് പ്രൊവൈഡ് ഗ്യാരണ്ടി ഫോർ ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്സ് ഡയറക്റ്റ്ലി. അങ്ങനെ ഒരു ഡയറക്റ്റായിട്ടുള്ളൊരു ഗ്യാരണ്ടി RBI കൊടുക്കുന്നില്ല. എന്നാൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഒരു പരിധിവരെ ബാങ്ക് ഡെപ്പോസിറ്റുകൾക്ക് ഗ്യാരണ്ടി നൽകുന്നത്. DICGC റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ്. ദിസ് ഗ്യാരണ്ടി ഈസ് ലിമിറ്റഡ് ടു 5 lakhs പെർ ബാങ്ക് പെർ കസ്റ്റമർ. ഒരു ബാങ്കിൽ ഒരു കസ്റ്റമർക്ക് പലിശയുമടക്കം 5 ലക്ഷം എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഒരു ബാങ്കിലെ ഒരു വ്യക്തിയുടെ ഡെപ്പോസിറ്റ് കണക്കാക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരിലുള്ള എല്ലാ ഡെപ്പോസിറ്റുകളും കൂട്ടിയിട്ടാണ് 5 ലക്ഷത്തിൻ്റെ പരിധി തീരുമാനിക്കുന്നത്. ഇവിടെ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടിക്കുള്ള ഫീസ് അതാത് ബാങ്കുകൾ നൽകേണ്ടതാണ്. കസ്റ്റമറിൽ നിന്ന് ഈടാക്കാൻ അനുവാദമില്ല. ഇതിൻ്റെ ചില പ്രത്യേകതകളൊന്നും നമുക്ക് പരിശോധിക്കാം. 10 ലക്ഷം റുപ്യ നമുക്കൊരു ബാങ്കിലുണ്ടെങ്കിൽ ദ ഗ്യാരണ്ടീഡ് എമൗണ്ട് ഈസ് 5 lakhs, which includes all your deposits and interest. If you have 5 lakhs in personal account, another 5 lakhs in trust account, the guaranteed amount is 10 lakhs. അത് സെപ്പറേറ്റ്, പേഴ്സണൽ അക്കൗണ്ട് സെപ്പറേറ്റും മറ്റ് കപ്പാസിറ്റി അക്കൗണ്ട് സെപ്പറേറ്റുമായി കണക്കാക്കും. 5 ലക്ഷം ഡെപ്പോസിറ്റ് 2 ബാങ്കുകളിലായിട്ടാണ് ഉള്ളതെങ്കിൽ ഈ ഓരോ ബാങ്കിലും 5 ലക്ഷം വരെ നിങ്ങൾക്ക് DICGC ഗ്യാരണ്ടിയുടെ പ്രൊട്ടക്ഷൻ കിട്ടും. മറ്റൊരു ചോദ്യം, ഈ ഒരു ബാങ്ക് ഫെയിലാവുകയാണെങ്കിൽ ഗ്യാരണ്ടീഡ് കാശപ്പം കിട്ടും. RBI ഒരു ബാങ്ക് ക്ലോസ് ചെയ്യാനുള്ള ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് DICGC ഗ്യാരണ്ടി എമൗണ്ട് ലഭിക്കേണ്ടതാണ്. അതിന് കൂടുതൽ നിങ്ങൾക്ക് വലിയ സംഖ്യ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലിക്വിഡേഷൻസ് പ്രൊസീഡിങ്സൊക്കെ കഴിഞ്ഞ് ബാങ്കിന് കിട്ടാനുള്ളതും കൊടുക്കാനുമുള്ളതുമായ കണക്കുകളെല്ലാം എടുത്തതിന് ശേഷമേ നിങ്ങൾക്ക് കൂടുതലായി വല്ലതും കിട്ടുമോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഏത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, അതും സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോപ്പറേറ്റീവ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിവ ചെറിയ പലിശ നിങ്ങൾക്ക് കൂടുതൽ തരും. അതുപോലെ പോസ്റ്റ് ഓഫീസുകളുടെ ചില സ്കീമുകളിലും ചെറിയ അധിക പലിശ ലഭിച്ചേക്കാം. ആൻഡ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഹാവ് സോവറിൻ ഗ്യാരണ്ടി, അതായത് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഗ്യാരണ്ടി ഉണ്ടായിരിക്കും. പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റുകളെ പറ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി, അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാശ് വാങ്ങിക്കാനുള്ള സൗകര്യം, അതുപോലെ ഇടപാട് നടത്താനുള്ള സൗകര്യം, ഇവയും നിങ്ങൾ കണക്കിലെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചുരുക്കി പറഞ്ഞാൽ, വെൻ യു തിങ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ സച്ച് സ്കീംസ്, തിങ്ക് ഓഫ് സേഫ്റ്റി, തിങ്ക് ഓഫ് ലിക്വിഡിറ്റി, തിങ്ക് ഓഫ് റിട്ടേൺ ആൻഡ് കൺവീനിയൻസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അത്ഭുത ലോകത്തിൽ പലപ്പോഴും എന്ത് വേണമെന്നറിയാതെ ആൾക്കാർ പകച്ചു നിൽക്കുന്നത് കാണാറുണ്ട്. ഈ പറഞ്ഞ സ്കീമുകൾക്കൊക്കെ കൂടാതെ തന്നെ പുതുതായി ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയും ഒരുപാട് പേർ നിങ്ങളോട് സംസാരിച്ചെന്ന്. ഇവിടെയൊക്കെ മറ്റെല്ലാ കാര്യങ്ങളിലും പോലെ തന്നെ നോളജ് ഈസ് പവർ. യു ഹാവ് ടു ഗാർഡ് അഗൈൻസ്റ്റ് ലാക്ക് ഓഫ് നോളജ് ആൻഡ് ഡിസ്റ്റോർഷൻ ഓഫ് ഇൻഫർമേഷൻ. ബാങ്കുകളുടെ വെബ്സൈറ്റുകൾ ഒരുപാട് വിവരങ്ങൾ ഇന്ന് അവൈലബിളാണ്. അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പുട്ട് ഡൗൺ ആവേണ്ട കാര്യമില്ല. ഇന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ChatGPTയോ ജെമിനയിലോ ഇല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തോ പല വിവരങ്ങളും കണ്ടുപിടിക്കാം. പ്രത്യേകിച്ചും ChatGPT ഇത്തരം കാര്യങ്ങളിൽ
വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തുടക്കത്തിൽ എനിക്ക് ChatGPT പല ചോദ്യങ്ങൾക്കും മുന്നിലും പകച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നങ്ങനെയല്ല, ഒരുപാട് മുന്നോട്ടേക്ക് പോയിരിക്കുന്നു. നിങ്ങൾ നല്ല വിവരമുള്ള ഒരു ചങ്ങാതിയോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ChatGPTയോട് സംസാരിക്കാം. ഇത്തരം അഡ്വൈസസ് ചോദിക്കുമ്പോൾ ChatGPT ഇതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് തന്ന ഉത്തരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ചുരുക്കി പറയാം, ChatGPTയുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്: തിങ്ക് ഓഫ് ChatGPT ആസ് യുവർ ഫിനാൻഷ്യൽ ബഡി. നോ ക്വസ്റ്റ്യൻ ഈസ് ടു സ്മോൾ ഓർ സില്ലി. ഇറ്റ് ഈസ് ലൈക്ക് ഹാവിങ് എ 24/7 personal advisor without cost. You can talk to me like a friend. It can help you make sense of complex topics. It's secure and private. You will become more confident in managing your money. What more we want? ഇത്രയും കാര്യങ്ങളല്ലേ നമുക്ക് ആവശ്യമായത്. അതുകൊണ്ട് ChatGPT പോലുള്ള AI സുഹൃത്തുക്കളുടെ സഹായം തേടാൻ ഒരു വിധത്തിലും മടിക്കേണ്ടതില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ബാങ്ക്സ് ഹാവ് സ്റ്റാർട്ടഡ് റെഡ്യൂസിങ് മിനിമം ബാലൻസ് സ്റ്റിപ്പുലേഷൻ. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലൊക്കെ മിനിമം ഇത്ര ബാലൻസ് വേണമെന്നുള്ള സ്റ്റിപ്പുലേഷൻ എടുത്തു കളയാൻ തുടങ്ങിയിരിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2020 അത് ചെയ്തതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് സ്റ്റിപ്പുലേഷൻ മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, പല പ്രൈവറ്റ് ബാങ്കുകളും മിനിമം 5,000-ഉം 10,000-ഉം മിനിമം ബാലൻസ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ബാങ്കുകൾ പീരിയോഡിക്കലി സേവിങ്സ് ബാങ്ക് ആൻഡ് കറണ്ട് അക്കൗണ്ട് അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ എത്ര ശതമാനമാണ് എന്ന് പരിശോധിക്കാറുണ്ട്. അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദർ ഇസ് എ പ്രഷർ ഓൺ ദ ബാങ്ക്സ്. അതുകൊണ്ട് മറ്റ് പല ബാങ്കുകളും മിനിമം ബാലൻസ് ഇല്ലാതാക്കും, ചുരുങ്ങിയത് കുറക്കുകയെങ്കിലും ചെയ്യും. നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ ഉപയോഗപ്രദമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവുചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ.